ശ്രീ ഷാബു പ്രസാദ്, NDAയും വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു, നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം കിട്ടാൻ പോവുകയാണ്. 2 മുനിസിപ്പാലിറ്റിയിൽ, ഒപ്പം 24 ഗ്രാമപഞ്ചായത്തിലും നേട്ടം. ഇവിടെ LDFന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഭൂരിപക്ഷ പ്രീണന നയം, അതിന്റെ ഗുണമാണോ ഇപ്പോൾ NDAക്ക് ലഭിച്ചിരിക്കുന്നത്? NDAക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അവരുടെ ചിട്ടയോടെയുള്ള പ്രവർത്തനം തന്നെ വളരെ പ്രൊഫഷണലായിട്ട് മാസങ്ങളായിട്ട് തന്നെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജയിക്കുക, സാന്നിധ്യം അറിയിക്കുക, വോട്ട് കൂട്ടുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം ജയിക്കുക എന്ന ആ ഒരു കില്ലർ ഇൻസ്റ്റിങ്റ്റോട് കൂടി വർക്ക് ചെയ്തതിന്റെ ഫലമാണ് തിരുവനന്തപുരം അടക്കം ഉള്ളിടത്തെ വിജയം എന്ന് പറയുന്നത്. എങ്ങനെ അതൊരു സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു യഥാർത്ഥ വിജയി എന്ന് വേണമെങ്കിൽ നമുക്ക് NDA വിളിക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിലെ 2 അതിശക്തമായ 2 രാഷ്ട്രീയ മുന്നണികൾ, അതിശക്തമായ ആ 2 മുന്നണികളുടെ ഇടയിൽ നിന്നുകൊണ്ട് വേണം ഇവിടെ NDAക്ക് BJPക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ. അതുകൊണ്ട് നേടുന്ന ഓരോ വോട്ടും ഓരോ സീറ്റും വളരെ വലിയ കാര്യമാണ്, വലിയ മുതൽക്കൂട്ടാണ്. കാര്യം ഇവരുടെ 2 പേരുടെ ഈ 2 രാഷ്ട്രീയ ഭീമന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് BJP ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ LDFന് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കാര്യം ഈ തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് തളച്ചിടാനാണ് അവർ ശ്രമിച്ചത്, ആദ്യം മുതൽ ശ്രമിച്ചത്. അത് ഒരു ചെറിയ തിരിച്ചടിയൊന്നുമല്ല അവർക്ക് ഉണ്ടാക്കിയത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇവിടെ ഒരു വിഷയമേ അല്ല. കാര്യം അതായത് ഇങ്ങനെ ഒരു പെണ്ണ് കേസ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ ഇവിടുത്തെ LDFും ആരും ഈ പറയുന്നവന്മാരാരും അത്ര വെടിപ്പൊന്നുമല്ല എന്ന ധാരണ, എന്ന ഒരു ബോധ്യം ഇവിടുത്തെ ജനങ്ങൾക്ക് പൊതുവെ ഉണ്ട്. അതൊന്നും ഇവിടുത്തെ വലിയ കാര്യമല്ല. അയാൾ പോയി പെട്ടുപിടിച്ചെങ്കിൽ അത് അവന്റെ കാര്യം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നുമല്ല. പക്ഷെ ഇവരത് അവർ ശ്രമിച്ചത് മുഴുവൻ ആ ഒരു ഒറ്റ വിഷയത്തിൽ കിടന്ന്. ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ ദിവസം പോലും മുഖ്യമന്ത്രി പറഞ്ഞ അവിടെയാണ്. കഴിഞ്ഞ ഒരു 10 ദിവസമായി ഈ LDF പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വേറൊന്നും അവർക്ക് പറയാനില്ല. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നതും ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതും എല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പെണ്ണുകേസ് മാത്രമാണ്. അത് ചെറിയ തിരിച്ചടിയല്ല സത്യത്തിലെ LDFന് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ അതിന് പകരം ഈ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രചരണത്തിന് അവർ ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ പ്രകടനം ഇത്രയും ദയനീയമാകുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ശ്രീ NP ചോക്കട്ടി, ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം എടുത്തുയർത്തിയിട്ടു ഒരു രാഷ്ട്രീയപരമായ ഒരു പോരാട്ടം, മത്സരം നടത്തേണ്ടതിന് പകരം ഈ ഒരു പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഉടനീളം ചർച്ച ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയും കേസുമൊക്കെയാണ്. ഇതുകൂടി തിരിച്ചടിയായിട്ടുണ്ടോ LDFന്? അല്ല, ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് അവരുടെ ക്യാമ്പയിനിൽ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, പാലക്കാട്ടുള്ള ഒരു MLAയുടെ വിഷയം അഖില കേരളാടിസ്ഥാനത്തിൽ ഒരു വിഷയമാക്കാൻ അവർ ശ്രമിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ഡസൻ കണക്കിന് ആളുകൾ ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ പാർട്ടി ഓഫീസ് വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ അവരിങ്ങനെ വിളങ്ങി നിൽക്കുന്നുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യത്തിലുള്ള ഈ ഡബിൾ സ്റ്റാൻഡേർഡ് അത് സാധാരണ നിലയിൽ ജനങ്ങൾ മനസ്സിലാക്കും. അതിനകത്ത് ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ക്യാമ്പയിനാണ് അവർ നടത്തുന്നത്. മറുഭാഗത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അവർ ആ എടുക്കാവുന്ന നടപടികളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാളെ തൂക്കിക്കൊല്ലാൻ കഴിയില്ല, അത് കോടതി ചെയ്യേണ്ടതാണ്. അത്തരം കാര്യങ്ങളിൽ UDFന്റെ ഭാഗത്തുള്ള അവരുടെ ഒരു സത്യസന്ധത കൂടുതൽ ബോധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനിലേക്കാണ് അത്. രണ്ടാമത്തെ ഒരു കാര്യം, പിണറായി വിജയൻ എടുത്തിരിക്കുന്ന ഒരു സമീപനമുണ്ടല്ലോ, കേരളത്തിലൊരു വർഗീയമായിട്ടുള്ള ക്യാമ്പയിൻ. അത് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പരിമിതമായിട്ടുള്ള വിഭാഗത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാക്കാൻ ശ്രമം നടത്തി. അത് വളരെയേറെ ദോഷം ചെയ്തു എനിക്ക്. പ്രത്യേകിച്ച് മലബാർ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, മലബാർ ഭാഗത്തൊക്കെ CPMന് ഇപ്പോൾ വന്നിരിക്കുന്ന നഷ്ടത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് CPMന്റെ ഈ ക്യാമ്പയിനിൽ ഉണ്ടായിരിക്കുന്ന ഈ തെറ്റായിട്ടുള്ള ഒരു നിലപാടാണ്. അതൊരു പരിധി വരെ BJPക്ക് പല സ്ഥലത്തും ഉണ്ടായിരിക്കുന്ന നേട്ടത്തിന് കാരണമായിട്ടും ഉണ്ടാവാം. അതിന് വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. പക്ഷേ വളരെ സ്ട്രാറ്റജിക്
ആയിട്ട് കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹികമായ അവസ്ഥ, കേരളത്തിലെ വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ, അതുപോലെ മുസ്ലിങ്ങളും മുസ്ലിം ഇതര വിഭാഗങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാതെ വളരെ ഏകപക്ഷീയമായിട്ട് വളരെ യാന്ത്രികമായിട്ടൊരു ക്യാമ്പയിനിലേക്കാണ് അവർ പോയത്. അത് തിരിച്ചടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.